ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലേ, ഭയങ്കരമായിട്ട് നാടും വീടും ഒക്കെ മിസ് ചെയ്യും. അതേപോലെ തന്നെ നല്ല നാടൻ ഫുഡും. വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ തന്നെ കയറി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലേ, ഇന്നലെ വാങ്ങിച്ച കുറച്ച് മത്തിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചൊരു പൊതിച്ചോറ് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്നൊരാലോചന. ഇവിടെ നാടൻ നെയ്മത്തി വല്ലപ്പോഴേ കിട്ടുള്ളൂ, കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതേ ഉരുളക്കിഴങ്ങ് ഉപ്പേരി. സാധാരണ ഇല ഇത്ര വലുതാണ് കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു പകുതി എടുക്കും കേട്ടോ. ബാക്കി ഇങ്ങനെ എല്ലാവരുടെയും പകുതി പകുതി എടുത്ത് ഇലയട ഉണ്ടാക്കാനൊക്കെ വേണ്ടി എടുത്ത് വെക്കും. ഇന്ന് പക്ഷേ പൊതിച്ചോറായതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചമ്മന്തി, ഉപ്പേരി, ഫിഷ്, ചിക്കൻ, ഇതാണ് കേട്ടോ എൻ്റെ പൊതിച്ചോറിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓംലെറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറ് എന്നുള്ളത് അല്ലേ. ശരിയാണ്, ഇത്രയും വിഭവങ്ങളുടെ ഇടയിൽ വെറുതെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണോ, അതും നമ്മൾ തന്നെ കഴിക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമ്പില്ലേ, വളരെ സിമ്പിളായിരിക്കും പൊതിച്ചോറ്. ഒരു ചമ്മന്തി, ഉപ്പേരി, മാക്സിമം ഒരു ഓംലെറ്റ്, ഒരു മീനോ ചിക്കനോ ഉണ്ടെങ്കിൽ തന്നെ ആർഭാടാണ്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി സദ്യ തന്നെ ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും വലുത് ഇത് തന്നെയല്ലേ അല്ലേ. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്.